പണം ഉണ്ടാക്കുന്നതിന്റെ രഹസ്യം എന്ന് പറയുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പണം ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ജോലി ചെയ്യുന്നത് തന്നെ പണം ഉണ്ടാക്കാനാണ്. ഈ കിട്ടിയ പണം വിനിയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ്. പക്ഷെ ആ കിട്ടുന്ന പണം കൊണ്ട് നമ്മൾ അത്ര തൃപ്തരല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കുറച്ചുകൂടി ഉള്ള ജോലിയിൽ തന്നെ ഓവർ ടൈം ചെയ്യുന്നു. അങ്ങനെ ഓവർ ടൈം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടാക്സ് കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ കൂടുന്നു. അതായത് നമ്മൾ 5 ദിവസം ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ 7 ദിവസം ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 7 ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യത്യാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകുന്നില്ല. ഇനിയിപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സൈഡ് ഹസിൽ പോലെ ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യുന്നു, അപ്പോഴും ടാക്സും നമ്മുടെ ഒരു റിയൽ മണി നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് എങ്ങനെ റിയൽ മണി നമുക്ക് ഉണ്ടാക്കാം, അതിൻ്റെ രഹസ്യം എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വലിയ പണം ഉണ്ടാക്കുന്നതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലിവറേജ് ആണ്. ഇത് വളരെ പരസ്യമായ ഒരു രഹസ്യമാണ്. അതായത് നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഡീപ്പായിട്ടുള്ള തിയറിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് കാര്യമായ അറിവുണ്ടാവില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻസിപ്പിളിലേക്കും തിയറിയിലേക്കും വരാം. അപ്പോൾ നമുക്ക് 1 കോടി രൂപ ഉണ്ടാക്കണമെന്ന് കരുതുക. പക്ഷെ നമ്മുടെ കയ്യിൽ ആകെ 20 ലക്ഷം രൂപയേ ഉള്ളൂ. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ 5 ഇരട്ടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഈ എക്സാമ്പിളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 20 ലക്ഷം രൂപ നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു 1 കോടി രൂപയുടെ ഒരു വീട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു 80 ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അതായത് നമ്മുടെ കയ്യിൽ 20 ലക്ഷവും ബാങ്കിൻ്റെ 80 ലക്ഷവും കൂട്ടി നമ്മൾ ഈ പ്രോപ്പർട്ടി മേടിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വില ഇരട്ടിയായെന്ന് കരുതുക. അതായത് പ്രോപ്പർട്ടി മാർക്കറ്റ് ബൂമിംഗ് ആയിരുന്നു. നമ്മളുടെ വീടിൻ്റെ വില ഇപ്പോൾ 2 കോടി രൂപയായിട്ടുണ്ട്. നമ്മൾ ഈ വീട് വിൽക്കുന്നു, നമ്മുടെ 2 കോടി രൂപ എടുക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് ബാങ്കിൻ്റെ ലോൺ എടുത്ത് കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 1 കോടി രൂപ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കേട്ടപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയി തോന്നിക്കാണും, അല്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് തോന്നിക്കാണും. എന്തൊക്കെയായാലും ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിൽ 1 എന്ന് പറയുന്നത് ലിവറേജ് ആണ്, 2 എന്ന് പറയുന്നത് ക്രെഡിറ്റ് വർത്തിനെസ് ആണ്, 3 എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റഡിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ വെറും ലിവറേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ലിവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ലിവറാണ്. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? ഇതുകൊണ്ട് നമ്മളെ കൊണ്ട് നേരിട്ട് ഉയർത്താൻ സാധ്യമല്ലാത്ത ഒരു ഭാരം നമുക്ക് ഉയർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഓപ്പറേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇതിന്റെ ഫൽക്രം ഇതിന്റെ സെന്റർ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലിവറേജിന്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആയിരിക്കും. അതായത് നമുക്ക് കാര്യമായ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. അതേസമയം നമ്മൾ ഈ ഫൽക്രം ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ ഒരു ഓപ്പറേഷൻ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയേ, നമുക്ക് കാര്യമായ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപ വെച്ച് നമ്മൾ എന്താണ് ചെയ്തത്? 1 കോടി രൂപയുടെ വീടാണ് മേടിച്ചത്. അപ്പോൾ ഇതിന്റെ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:1 ആണ്. അതായത് 5 ഇരട്ടി ലിവറേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനിയിപ്പം നമ്മൾ 1:1 ലിവറേജ് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു കേസിൽ നമ്മുടെ കയ്യിൽ 20 ലക്ഷം രൂപയുണ്ട്. നമ്മൾ യാതൊരുവിധ കടവും എടുക്കാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിൽ 20 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 20 ലക്ഷം രൂപയുടെ ഒരു ചെറിയൊരു വീട് മേടിക്കുന്ന കാര്യം നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. ഈ ഒരു കേസിലും പ്രോപ്പർട്ടിയുടെ വാല്യൂ 100% കൂടിയെന്ന് കരുതുക. അപ്പോൾ ഈ വീട് വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം 40 ലക്ഷം രൂപയുണ്ടാകും. നമ്മൾക്ക് 20 ലക്ഷം രൂപയുടെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് ഇവിടെ നമ്മൾ കിട്ടിയത്. ഇനി ഈ 2 എക്സാമ്പിളും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ആദ്യത്തെ എക്സാമ്പിളിലെ 5:1 ലിവറേജിൽ നിങ്ങൾ 20 ലക്ഷം രൂപ കൊണ്ട് 1 കോടി രൂപയുടെ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. അതേസമയം 1:1 ലിവറേജിൽ നിങ്ങൾ 20 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ വേറൊരു 20 ലക്ഷം രൂപയുടെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയത്. ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു. അതായത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നവനെ ഈ സമൂഹം തുണയ്ക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥിതി തുണയ്ക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കായി ക്രെഡിറ്റ് വർത്തിനെസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മുടെ ഈ എക്സാമ്പിളിൽ നമ്മൾ ശ്രദ്ധിച്ചു, അതായത് നമ്മൾ 20 ലക്ഷം രൂപയുമായി നമ്മൾ 80 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുക്കാനാണ് പോകുന്നത്. അതായത് നമ്മൾ ബാങ്കിൽ ചെന്ന് പറയുന്നു, നമ്മുടെ കയ്യിൽ 20 ലക്ഷം രൂപയേ ഉള്ളൂ, പക്ഷെ ഞാൻ 1 കോടി രൂപയുടെ ഒരു വീട് മേടിക്കാൻ പോവുകയാണ്, എനിക്ക് 80 ലക്ഷം രൂപ ലോൺ വേണമെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇവിടെ ഒരു ബാങ്ക് അല്ലെ ബാങ്കർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഈ പണം 80 ലക്ഷം രൂപ നമുക്ക് കടം തരുന്നത്. ആ ഒരു വ്യവസ്ഥ
വ്യവസ്ഥിതിയെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥിതി എങ്ങനെയാണ് നിലവിൽ വന്നത്, ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിയണം. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഹരാരിയുടെ സേപ്പിയൻസിലെ ക്യാപിറ്റലിസ്റ്റ് ക്രീഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് നമുക്ക് കുറച്ച് രസകരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ എൽഡൊറാഡോയിലെ ആ ബേക്കറിയുടെ എക്സാമ്പിൾ ഞാൻ മാറ്റി കുറുക്കൻ മൂലയിലെ കഥാപാത്രങ്ങളുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. കുറുക്കൻ മൂലയിലെ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുക. ഇവിടെ നമ്മുടെ കഥാപാത്രം ഷിബു ആണ്. ഷിബു അവിടെ ഒരു ചായക്കടയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചായ അടിച്ച് അദ്ദേഹം ഇതിൽ വളരെ എക്സ്പേർട്ടായിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാനൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങിയാൽ, ഒരു മോഡേൺ റെസ്റ്റോറൻറ്റ്, കുറുക്കൻ മൂലയ്ക്ക് അത്യാവശ്യമായിട്ട് ഒരു മോഡേൺ റെസ്റ്റോറൻറ്റ് ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ബാങ്കിൽ പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പണം കടം ചോദിക്കുകയാണ്. ഇവിടെ ബാങ്കിനുള്ളത് ട്രസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ ആണ്. അതായത് ഭാവി എപ്പോഴും വളരെ നല്ലതാണ്, വളരെ ശോഭനമായ ഭാവിയാണ് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബാങ്ക്. അതുകൊണ്ട് ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കുന്നു. ഈ ക്രെഡിറ്റ് എടുത്ത ഷിബു ഒരു കോൺട്രാക്ടർക്ക് പണം കൊടുക്കുന്നു, റെസ്റ്റോറൻറ്റ് കെട്ടിപ്പടുക്കുന്നു. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ഷിബു പുതിയ പുതിയ പലഹാരങ്ങൾ കൊണ്ടുവരുന്നു, കൂടുതൽ ചായ അടിക്കുന്നു. ഈ പണം കൊണ്ട് അദ്ദേഹം ആ ലോൺ തിരിച്ചടയ്ക്കുന്നു, ബാങ്കിന് പലിശ സഹിതം പണം കിട്ടുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടു പോകുന്നു. നമുക്കിനി ഇതിനെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ഷിബു പോയി ലോൺ ചോദിക്കുന്നു, പക്ഷെ ഇവിടെ ബാങ്കിന് ട്രസ്റ്റ് ഇല്ല, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. അതായത് ദർ ഇസ് നോ ട്രസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഇവിടെ ബാങ്ക് ആ ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം ഷിബുവിന് ആ ലോൺ കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം ഷിബുവിന് കോൺട്രാക്ടർക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് അവിടെ പുതിയ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാകുന്നില്ല. അതിൻ്റെ അർത്ഥം അവിടെ പുതിയ പലഹാരങ്ങളും കേക്കുകളും ഉണ്ടാകുന്നില്ല. അവിടെ പണമില്ല, യാതൊരുവിധ ഗ്രോത്തും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. അതായത് നമ്മുടെ ഈ ഒരു സിവിലൈസേഷൻ വളരെയധികം നൂറ്റാണ്ടുകൾ ഈ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുകയായിരുന്നു. ക്രെഡിറ്റ് വന്നതോടുകൂടി ഇതിന് വ്യത്യാസമുണ്ടായി. അപ്പോൾ പറഞ്ഞു വന്നത് ക്രെഡിറ്റ് ഈസ് എ ഗുഡ് തിങ് എന്നാണ്. അതായത് ക്രെഡിറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ചീത്തയായ കാര്യമല്ല എന്നാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് വർത്ത്നെസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു കാര്യമാണ്. അതായത് ബാങ്ക് പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് വിശ്വസിപ്പിക്കണം, നമ്മളിൽ ഫ്യൂച്ചർ സുരക്ഷിതമാണ്, നമുക്കതിനുള്ള കഴിവുണ്ട് എന്നുള്ളത്. അപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, ഒരു പേഴ്സൺ ആയിക്കോട്ടെ, എപ്പോഴും ക്രെഡിറ്റ് വർത്തിയാകാൻ ശ്രദ്ധിക്കുക. അതായത് ടാക്സുകൾ കൊടുക്കുക, അതായത് ബാങ്കിന് തിരിച്ചടയ്ക്കാനുള്ള പണം കറക്റ്റ് സമയത്ത് കൊടുക്കുക, അതായത് പേപ്പർ വർക്കുകൾ കറക്റ്റ് ആക്കുക, ഇങ്ങനെ ക്രെഡിറ്റ് വർത്തിയാകാൻ ശ്രദ്ധിക്കുക. അത് ഹരാരിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു മനുഷ്യനാണ് ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യനാണ് ഒരു ലോൺ പാസ്സാക്കുന്നത്. ഫ്യൂച്ചറിൽ അത് അൽഗോരിതമായിരിക്കും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും. അതിൻ്റെ അൽഗോരിതങ്ങൾ വർക്ക് ചെയ്യുന്നത് ആയിരക്കണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ടോപ്പിക്കായ മാർക്കറ്റ് സ്റ്റഡിയിലേക്ക് വരാം. നമ്മൾ നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞല്ലോ, ഹൗസ് പ്രൈസസ് കൂടിയത് കൊണ്ടാണ് നമുക്ക് ലാഭം കിട്ടിയത്. അതായത് ലീവറേജിന്റെ ഗുണം നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഹൗസ് പ്രൈസസ്, അതായത് മാർക്കറ്റ് മൊത്തം മുകളിലേക്ക് പോയത് കൊണ്ട്, അല്ലെങ്കിൽ അത് ഉയർന്നത് കൊണ്ടാണ് നമുക്ക് ആ ഗുണം കിട്ടിയത്. ഇനി നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കി, അതായത് ഹൗസ് പ്രൈസസ് ക്രാഷ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ നമുക്ക് കിട്ടിയ ഈ ലിവറേജിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ലോസ് സംഭവിക്കാൻ ചാൻസ് ഇല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ലിവറേജ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ അത്രമാത്രം ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഒരു കറക്റ്റ് മാർക്കറ്റിലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത്, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു പേഴ്സൺ ആയിക്കോട്ടെ, നമുക്ക് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ലീവറേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് വർത്തി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. 3 എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുമ്പോൾ മാർക്കറ്റിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉടനെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്. സീ യു. ബൈ.